ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയം, മോദം, പ്രമോദം എന്നുള്ളതായ അനുഭവങ്ങൾ ഉറക്കത്തിലുമുണ്ട്. ആ അനുഭവത്തിന്റെ സ്മൃതി നമുക്ക് ഉണരുമ്പോഴുമുണ്ട്. ഉണരുമ്പോൾ നന്നായി ഉറങ്ങി എന്ന് നമ്മൾ പറയും. നന്നായി ഉറങ്ങിയതിന്റെ സുഖം നമ്മൾ ഓർമ്മിക്കുന്നു. ആ സുഖം അപ്പോഴനുഭവിക്കുകയായിരുന്നു ഉറങ്ങുമ്പോൾ. പക്ഷെ ഉണരുമ്പോഴേക്കും അത് ആ മറവിയിൽ പെട്ടുപോകുന്നൊരു കർട്ടൻ അവിടെ വീഴുന്നു. എങ്കിലും ഓർമ്മ അവശേഷിക്കും. നന്നായി ഉറങ്ങി, ഉറക്ക സുഖായി എന്ന് പറയും. ഉറങ്ങുമ്പോൾ ആ ആനന്ദത്തിലാണ്. ആ കാരണ ശരീരത്തിൽ ലയിച്ചിരുന്ന പരമാനന്ദം, അത് ബ്രഹ്മാനന്ദമാണ്. ആ ബ്രഹ്മാനത്തിൽ ലയിച്ചിരിക്കുകയാണ്. അതാണ് ഉറക്കത്തിൽ നിന്ന് ഗാഠനിദ്രയിൽ നിന്നിട്ട് ആരെങ്കിലും തട്ടി ഉണർത്തി കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരുന്നത് കൊണ്ടാണ്. ആ ആനന്ദത്തെ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടാണ് തനിക്ക് ദേഷ്യം വരുന്നത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വിചാരിക്കും ഈ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തിയത് കൊണ്ടാണ്. അല്ല, ആ ആനന്ദ അനുഭവത്തിന് ഭംഗം വരുത്തിയത് കൊണ്ടാണ്. അങ്ങനെ ഓർമ്മിക്കുന്നത് അപ്പോഴ് ആ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ആ ഉറങ്ങുന്ന അവസരത്തിലും നമുക്ക് അനുഭവമുണ്ട്. അവിടെയും മനസ്സുണ്ട്. അത് ആ ചിന്ത ഏതിനെ ആസ്പദമാക്കിയിരിക്കുന്നു? നമ്മുടെ സംസ്കാരത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തിയെ ആസ്പദമാക്കിയിരിക്കുന്നു. അങ്ങനെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും പരമാത്മാവിലല്ലാതെ മറ്റൊന്നും മനസ്സ് പോകരുത്. മറ്റൊന്നിലും പോകാത്ത മനസ്സോടുകൂടിയവനായിട്ട് ആരാണോ നിത്യശഃ എപ്പോഴും എല്ലാ ദിവസവും യാതൊരു വിഘ്നവും കൂടാതെ കണ്ട് മാം സ്മരതി എന്നെ തന്നെ ഓർക്കുന്നത്, തസ്യ അവന് അഹം സുലഭ പാർത്ഥ, അല്ലയോ അർജുന, എളുപ്പത്തിൽ എന്നെ കിട്ടും. എപ്പോഴും എന്നെ ഓർക്കുന്നവന് ഒരു പ്രയാസവും ഇല്ല. ഈ അധ്യാത്മ മാർഗം ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടുള്ള മാർഗമല്ല. ആർക്കും, മനസ്സുള്ള ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന മാർഗമാണ്. തസ്യാഹം സുലഭ പാർത്ഥ. എന്തുകൊണ്ടെന്നാൽ അവരൊക്കെ യോഗികളാണ്, അവർ നിത്യയുക്തന്മാരാണ്. എപ്പോഴും എന്നിൽ തന്നെ അർപ്പിതമായ മനസ്സോടുകൂടിയവർ നിത്യയുക്തന്മാർ. അങ്ങനെയുള്ളവരായ യോഗികളാണ് അവർ. അങ്ങനെയുള്ള ആ യോഗികൾക്ക് ഞാൻ സുലഭമാണ്, എളുപ്പത്തിൽ ലഭിക്കുന്നവനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമ ശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതഃ. അതിന്റെ പ്രയോജനം ഇതാണ്. ആരാണോ എന്നിൽ എത്തിച്ചേരുന്നത് അവർക്ക് പുനർജന്മമില്ല. പുനർജന്മം എങ്ങനെയുള്ളതാണ്? ജന്മമെല്ലാം ദുഃഖാലയമാണ്, ദുഃഖത്തിന്റെ വീടാണ്. സകല ജന്മങ്ങളും എങ്ങനെയാണ്? ദുഃഖത്തിന്റെ വീടാണ് എന്ന് മാത്രമല്ല, അത് അശാശ്വതവുമാണ്. എന്നും നിലനിൽക്കുന്നതുമല്ല, നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. ചഞ്ചലത അതിന്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ളതായ പുനർജന്മം ഉണ്ടല്ലോ, ആ പുനർജന്മം എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് എന്നെ കണ്ടതുകൊണ്ടുള്ളതായ പ്രയോജനം. അങ്ങനെയുള്ള ആളുകൾ, എന്നെ കണ്ട ആളുകളൊക്കെ മഹാത്മാക്കളാണ്. അവർക്ക് എന്നെ കാണാൻ പറ്റൂ. അവർക്കൊരിക്കലും പുനർജന്മം ആപ്നുവന്തി, അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല. അവര് സംസിദ്ധിം പരമംഗതാഹ, പരമമായിരിക്കുന്ന സംസിദ്ധിയെ, ബ്രഹ്മാനുഭവത്തെ നേടിയ ആളുകളാണ്. അവർക്കൊരിക്കലും പുനർജന്മവും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീജഠരേ ശയനം എന്നുള്ളതായ ആ ഒരു അവസ്ഥയും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ പുനർജന്മം ഉണ്ടോ?
എന്നൊരു ചോദ്യം വരും. ഉണ്ട്. അത് നമുക്ക് മാത്രമല്ല, ഈ 14 ലോകങ്ങളുണ്ടല്ലോ, ഈ 14 ലോകങ്ങളിലുള്ള എല്ലാവർക്കും ഉണ്ട് പുനർജന്മം. ആ ബ്രഹ്മ ഭുവനാൻ ലോകാഹ പുനരാവർത്തിനോർജുന. അല്ലയോ അർജുന, അങ്ങ് സത്യലോക നിവാസിയായിരിക്കുന്ന സൃഷ്ടിയുടെ ചുമതല വഹിക്കുന്ന ആ ബ്രഹ്മാവ് മുതല് ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും പുനരാവർത്തിയുണ്ട്, പുനർജന്മമുണ്ട്. വീണ്ടും വീണ്ടും വരേണ്ടി വരും. കർമ്മബാധ്യതകൾ കിടപ്പുണ്ടോ, ഒരല്പമെങ്കിലും കിടപ്പുണ്ടോ, അവർക്ക് അത് അനുഭവിക്കാനായിട്ട് വരേണ്ടി വരും. എല്ലാ ജീവരാശിക്കും എത്ര ജന്മങ്ങൾ അനുഭവിച്ചാലും തീരാത്തതായ കർമ്മരാശിയുടെ ഭണ്ഡാകാരമാണുള്ളത്. അപ്പൊ പിന്നെ പുനരാവർത്തിയുടെ കാര്യം പറയണോ? പറയേണ്ട കാര്യമില്ല. അങ്ങ് ബ്രഹ്മാവിന് പോലും ഉണ്ട് പുനരാവർത്തി, പുനർജന്മ അദ്ദേഹത്തിനുണ്ട്. ആ ബ്രഹ്മഭുവനാൻ ലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. എല്ലാവർക്കും പുനർജന്മമുണ്ട്. പക്ഷേ മാമുപേത്യ, എന്നിൽ എത്തിക്കഴിഞ്ഞാലോ, അല്ലയോ കൗന്ദേയ, പുനർജന്മന വിദ്യതേ, പിന്നെ ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. പുനർജന്മം ഉണ്ടാവാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്, എന്നിൽ എത്തിച്ചേരുക എന്നുള്ളത്, പരമാത്മാവിനെ അനുഭവിച്ചറിയുക എന്നുള്ളത്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ പ്രയോജനം. എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളതായ മറുപടി വളരെ ലളിതമായിട്ട്, വളരെ ചുരുക്കത്തില് ഭഗവാൻ തന്നിരിക്കുന്നതാണിത്. ബ്രഹ്മാവിന് പോലും ആവിർഭാവവും തിരോഭാവവും ഉണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ ജനിമൃതികളെക്കുറിച്ച്, നമ്മുടെ ദിവസത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, പ്രായത്തെക്കുറിച്ച്, അതിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്കറിയാമല്ലോ. ജീവരാശി ഒരു ദിവസം ജനിക്കുന്നു, പിന്നെ ക്രമേണ വളരുന്നു. വളരുന്നതിനൊക്കെ ഒരു ക്രമമുണ്ട്. ആര് വിചാരിച്ചാൽ ആ ക്രമത്തെ മാറ്റാൻ പറ്റൂല. ആ ക്രമം അനുസരിച്ചേ വളർച്ച ഉണ്ടാവുള്ളൂ. പിന്നെയോ ആ വളർച്ചയുടെ ഒരു പരകാഷ്ഠയിലെത്തിയിട്ട് പിന്നെ ക്രമേണ ക്ഷയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങോ വിലയം പ്രാപിക്കുന്നു. ഇതേ പ്രകാരത്തില് മറ്റെല്ലാ ലോകത്തിലുള്ള ആളുകൾക്കും മാറ്റങ്ങളുണ്ട്, ജന്മൃതി പരമ്പരകളുണ്ട്. അത് ഭഗവാൻ ഇതാ 17ാമത് ശ്ലോകത്തിൽ പറയാണ്, സഹസ്രയുഗപര്യന്തം അഹർയത് ബ്രഹ്മണോ വിദു രാത്രിം യുഗസഹസ്രാന്തം തേഹോരാത്രവിദോ ജനാഹ. അഹോരാത്രങ്ങളുടെ രഹസ്യം അറിഞ്ഞ ആളുകൾ, അവര് ഈ കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ അത്? ഈ ബ്രഹ്മാവിന് ഒരു പകലെന്ന് പറയുന്നത് 1000 ദിവ്യ യുഗങ്ങളാണ്. സഹസ്ര യുഗപര്യന്തം 1000 ദിവ്യ യുഗങ്ങൾ ബ്രഹ്മാവിന് ഒരു പകല്. നമുക്ക് 24 മണിക്കൂർ. ഇതാണ് നമ്മുടെ ഒരു പകലിന്റെ ദൈർഘ്യവും ബ്രഹ്മാവിന്റെ ഒരു പകലിന്റെ ദൈർഘ്യവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എത്രയോ ആയിരത്താണ്ടുകളായിട്ട് ബ്രഹ്മാവ് ഇവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ധരിക്കും. മനുഷ്യര് ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം. മറ്റ് ജീവരാശികളും അങ്ങനെ തന്നെ. സൂര്യചന്ദ്ര നക്ഷത്രാദികളും അങ്ങനെയാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. ഇതിനെല്ലാം ഉണ്ടാക്കി നിലനിർത്തുന്ന ബ്രഹ്മാവിന്റെ കാര്യമാണെങ്കിലോ എങ്ങനെ വിശ്വസിക്കും? ബ്രഹ്മാവിന് നമ്മയുടെ ആയുസ്സിനെ അപേക്ഷിച്ചിട്ട് ആയുസ് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. സഹസ്രയുഗപര്യന്തം അഹര്യദ് ബ്രഹ്മണോ വിദു. ബ്രഹ്മാവിന്റെ ഒരു പകല് 1000 ദിവ്യ യുഗങ്ങളാണ്. പിന്നെയോ അദ്ദേഹത്തിന്റെ ഒരു രാത്രിയോ രാത്രിയും യുഗസഹസ്രാന്തം 1000 ദിവ്യ യുഗങ്ങൾ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രാത്രി. നമുക്ക് അതും 12 മണിക്കൂർ. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ, പകല് 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ. അദ്ദേഹത്തിന് അത് പകല് 1000 ദിവ്യ യുഗങ്ങൾ, രാത്രി 1000 ദിവ്യ യുഗങ്ങൾ.
ഇത് രണ്ടും കൂടി ചേർന്നത് അദ്ദേഹത്തിന് ഒരു ദിവസം. ഇങ്ങനെ അദ്ദേഹത്തിന് 360 ദിവസം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വർഷം, ബ്രഹ്മവർഷം. അങ്ങനെ അദ്ദേഹത്തിന് 100 വയസ്സ്. അത് ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ്. അപ്പോൾ ബ്രഹ്മാവ് ജനിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ബ്രഹ്മാവിന് 50 വയസ്സ് തികഞ്ഞു. 51ാമത്തെ വയസ്സിൻ്റെ ആദ്യത്തെ ദിവസം മധ്യാഹ്നം ആയില്ല, അതിലോട്ട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാലം നമ്മെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന് കാലബന്ധനമില്ല എന്ന് കരുതണ്ട. അദ്ദേഹത്തിന് കാലബന്ധനമുണ്ട്. അതാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് അമരത്വം വേണം എന്ന്, മരിക്കരുത് ഞാനെന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, അത് തരാൻ എന്നെ കൊണ്ട് പറ്റൂല, എന്റെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. ബ്രഹ്മാവിന് പോലും ആയുസുണ്ടേ, എന്റെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. അതുകൊണ്ട് അതൊഴികെ പിന്നെ നിനക്ക് വേണമെന്നുള്ളത് നീ ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് തരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ബ്രഹ്മാവ് ഇതേപോലെ കാലത്താൽ ബദ്ധനാണ് എന്നറിയണം. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിനുള്ളില് ഇവിടെ എത്ര യുഗങ്ങൾ കടന്നു, 1000 ദിവ്യ യുഗങ്ങൾ കടന്നു പോകുന്നു. അപ്പോ എന്തുമാത്രം ജീവരാശി ഇങ്ങനെ ഉണ്ടായി നിലനിന്നയിച്ചും എത്ര സഹസ്രാബ്ദങ്ങൾ നമ്മുടെ അനുഭവത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത്ഭുതകരമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രിയ, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ക്രിയ. ഭാഗവതത്തില് ഈ കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ ഇതിഹാസ പുരാണങ്ങളിലും ഇതെല്ലാം പല പ്രകാരത്തില് ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് അറിയാം. തുടർന്ന് ഭഗവാൻ ഇത് വിശദീകരിക്കുന്നു. ഈ ബ്രഹ്മാവിന്റെ ഒരു പകലും രാത്രിയും അതേപോലെ തന്നെ ഈ പ്രപഞ്ചവും തമ്മിലുള്ളതായ ബന്ധം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിച്ചു തരാൻ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നു, അവ്യക്താവ്യക്തയ സർവ പ്രഭവന്ത്യഹരാഗമേ. ബ്രഹ്മാവിന്റെ അഹസ് തുടങ്ങുമ്പോൾ, ബ്രഹ്മാവിന്റെ പകല് തുടങ്ങുമ്പോഴേക്കും അവ്യക്തത്തിൽ നിന്നിട്ട് ഇക്കാണായതെല്ലാം വ്യക്തമായി തീരും. ഈ ലോകത്തിലുള്ള പദാർത്ഥങ്ങൾ നമുക്ക് വ്യക്തമാണ്. കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണത്തറിയാം, നാവ് കൊണ്ട് തിരിച്ചറിയാം, ത്വക്ക് കൊണ്ട് തൊട്ടറിയാം. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്കറിയാൻ കഴിയുന്നത് കൊണ്ട് ഇതെല്ലാം വ്യക്തമാണ്. ഈ വ്യക്തമായ പദാർത്ഥങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. വ്യക്തമായ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ നമുക്ക് അവ്യക്തം എന്ന് പറയാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത, അറിയാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒരു ഘട്ടം അവ്യക്തം എന്ന് പറയും. അതേപോലെ തന്നെ ഈ വ്യക്തമായ പദാർത്ഥങ്ങൾ എവിടെ പോയി ലയിക്കുന്നു എന്നുള്ളത് അതും നമുക്ക് അവ്യക്തമാണ്. അപ്പോൾ ഇത് പോയി ലയിക്കുന്നിടവും അവ്യക്തമാണ്. തുടക്കം പദാർത്ഥങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവ്യക്തമാണ്, ലയിച്ചു കഴിഞ്ഞതിന് ശേഷം അവ്യക്തമാണ്.